Good evening everyone. My name is Fatima. So ഇന്നത്തെ സെഷൻ നമ്മൾ നോക്കുന്നത് എക്കണോമിക്സിനെ ബേസ് ആയിട്ടുള്ളതാണ്. സോ ബിഫോർ ഗോയിങ് ടു എക്കണോമിക്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫോർ പ്രിലിംസ് നോക്കുന്ന വളരെ പ്രാധാന്യമുള്ളതാണ്. എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മേജർ ചങ്ക് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിലിംസിലായാൽ തന്നെയും നമുക്കറിയാം, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്റ്റുകളിൽ വരുന്ന ഒരെണ്ണമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ടൈംലി നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും റിപ്പീറ്റഡ് റിവിഷൻ വേണം എന്നുള്ളതും, നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ ടെസ്റ്റ് സീരീസ് വഴി ആയാലും PYQs യൂസ് ചെയ്തിട്ടായാലും ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ വളരെയധികം ചെക്ക് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ബിഫോർ എക്സാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എക്കണോമിക്സിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ടോപ്പിക്സ് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ മണി ആൻഡ് ബാങ്കിങ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് UPSCക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെയും നമുക്ക് അതിശയമാണ്. ബിക്കോസ് മണി ആൻഡ് ബാങ്കിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ എക്കണോമിക്സ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2024 ഒരു ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു, എക്കണോമിക്സിന് ചോദിച്ചിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2024 എന്ന് പറയുന്നത്. സോ നമുക്ക് അതും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇയറിലും മേ ബി ഇങ്ങനത്തെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാലും ഈ ടോപ്പിക്സ് അതിൻ്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി പോകേണ്ടതാണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സാമിന് വരും, അങ്ങനെയല്ല. നമ്മൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി പോകേണ്ടതാണ്. ഇപ്പോൾ നമുക്കൊരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാലും ഈ ടോപ്പിക്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത. അവർ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച റിസോഴ്സിൽ നിന്ന് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് വളരെ കുറവായിരിക്കും. നമുക്ക് മിക്കവാറും വരുന്നത് ഒരു 99% നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സിൽ നിന്ന് വരുന്നത്. ഈവൻ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ പോലും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എക്കണോമിക്സ്. അതേസമയം കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വളരെ എളുപ്പമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെയും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്സിനെയും അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് നോക്കുക, പറ്റുമെങ്കിൽ അപ്പോൾ തന്നെയും അതിന് ബേസുള്ള PYQs ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക. അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ കേസ് ഇപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്കിൻ്റെ PYQs നമ്മൾ നോക്കി, എൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ഇവിടെ ഓക്കെ അല്ല, ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, എൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ചിന്തിച്ച രീതി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ക്ലാരിറ്റിയിൽ ദർ ഇസ് സംതിങ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അപ്പോൾ തന്നെയും കറക്റ്റ് ചെയ്ത് പോവുക. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 2-3 റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് റിവൈസ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ടെസ്റ്റ് സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ PYQs നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് എപ്പോഴും അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പേജ് തന്നെയും ഒരു 10 വട്ടം അല്ലെങ്കിൽ ഒരു 15 വട്ടം നമ്മൾ വായിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് ടോപ്പിക്ക് പഠിക്കുക, ആ ടോപ്പിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക, അതിന് നമ്മുടെ കറണ്ട് എക്കണോമിയിൽ അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് സൊസൈറ്റിയിൽ എന്തെങ്കിലും ആപ്ലിക്കബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ PYQs നോക്കുക, ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ കേസ് നമുക്കത് ആൻസേഴ്സ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് മിസ്റ്റേക്ക് ഇൻ അവർ കോൺസെപ്റ്റ് ഓഫ് ക്ലാരിറ്റി, അത് ക്ലിയർ ചെയ്യുക, നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവുക. ദിസ് ഈസ് ഹൗ വി ഷുഡ് അപ്രോച്ച് എക്കണോമിക്സ്. അല്ലാതെ വെറുതെ നമ്മൾ വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമയം നഷ്ടമാകുന്ന ഒരിടമാണ്. വായിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല ഇതെന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ 2024 ഒരു എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. വളരെ ബേസിക്കാണ്. അതുകൊണ്ട് തന്നെയും ഫ്രം ദ ബേസിക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ബേസിക് മൈക്രോ എക്കണോമിക്സ്. ഫസ്റ്റ് നമ്മൾ എക്കണോമിക്സ് എന്താണ് എന്നുള്ളത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള സ്കെയർസ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ
ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനെ എങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, ഇതിനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള റിസോഴ്സസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള റോ മെറ്റീരിയൽസ്. അതായത് ഇപ്പം നമുക്കൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ട്രേഡിന് വേണ്ടി പല ഗുഡ്സും ഇൻഡസ്ട്രീസിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന കാണാനായിട്ട് പറ്റും. ഇപ്പം സോപ്പ് ഇൻഡസ്ട്രീസ് ആയിരിക്കാം, അങ്ങനെ പല ഇൻഡസ്ട്രീസിലും നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഖാദി ഇൻഡസ്ട്രി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പറയുന്ന പല ഗുഡ്സും അതുപോലെ തന്നെ സർവീസസും എക്കണോമിക്സിൽ വരുന്നുണ്ട്. ഗുഡ്സ് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സർവീസസ് ലൈക്ക് ടീച്ചിങ് ആയാലും, അതുപോലെ തന്നെ ട്രീറ്റിംഗ് പേഷ്യൻസ് ആയാലും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ് വർക്ക്സ് ആയാലും, ഇതെല്ലാം സർവീസസാണ്. അപ്പോൾ ഇങ്ങനത്തെ സർവീസസും നേരത്തെ പറഞ്ഞ പോലത്തെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായാലും തീർച്ചയായിട്ടും നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോപ്പ് ഇൻഡസ്ട്രി ആണെന്ന് വെച്ചോ. സോപ്പ് ഇൻഡസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണമെന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങൾ നമുക്കതിന് വേണം. അതുപോലെ തന്നെ മനുഷ്യന്മാർ നമുക്കതിന് വേണം, ഹ്യൂമൻ ബീങ്സ് വേണം ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇവരെയൊക്കെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വെഹിക്കിൾ പ്രൊഡക്ഷൻ കമ്പനിയാണ്, വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ടയർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റബ്ബർ വേണം, ക്ലിയർ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീല് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ബോഡി പാർട്സ് നമുക്ക് ഉണ്ടാക്കാം, പ്ലാസ്റ്റിക്സ് വേണം നമുക്ക്, പിന്നെ അങ്ങനെ നമുക്ക് പല പെയിൻറ്റ്, ഇങ്ങനത്തെ പല റോ മെറ്റീരിയൽസും വേണം. പ്ലസ് നമുക്ക് ഹ്യൂമൻ ബീങ്സ് വേണം, നമുക്ക് ഒരുപാട് മെഷീൻസ് വേണം. ഇതിനെല്ലാമാണ് നമ്മൾ റോ മെറ്റീരിയൽ. സോ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ മനസ്സിലാലോചിക്കാം, ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെയാണോ എനിക്ക് ആവശ്യം വരുന്നത് അതിനെല്ലാം നമ്മൾ പറയുന്നത് റോ മെറ്റീരിയൽ എന്നാണ്, ക്ലിയർ. ഫോർ എക്സാമ്പിൾ നമുക്ക് ലാൻഡ് വേണം, ഒരു ഇൻഡസ്ട്രി നടത്തിക്കൊണ്ട് പോകാൻ നമുക്കൊരു ലാൻഡ് വേണം. ലാൻഡ് ഈസ് എ റോ മെറ്റീരിയലാണ്. നമുക്കിപ്പോൾ ഒരു മെഷീൻസ് വേണം, മെഷീൻ ഈസ് എ റോ മെറ്റീരിയലാണ്, ക്ലിയർ. ലേബർ, ഹ്യൂമൻ ബീങ്സ് വേണം, ഹ്യൂമൻ ബീങ്സിനെ നമുക്ക് ലേബർ എന്ന് പറയാം, ലേബർ ഈസ് എ റോ മെറ്റീരിയലാണ്, ക്ലിയർ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റുപാടും എടുത്ത് നോക്കിയാണ്, പ്രോഡക്റ്റ് മാത്രമല്ല സർവീസസിന്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ടീച്ചിങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടീച്ചർ വരുന്നുണ്ട്. ടീച്ചർ ഈസ് എ റോ മെറ്റീരിയലാണ്, ക്ലിയർ. അപ്പോൾ നമുക്കൊരു സാധനം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, സാധനമോ സേവനമോ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വേണമെന്നുള്ള ഈ റോ മെറ്റീരിയൽസ് നമ്മുടെ ചുറ്റുപാടും വളരെ സ്കെയേഴ്സ് ആയിട്ടാണ് അവൈലബിൾ. നമുക്കറിയാം എല്ലാം നമുക്ക് ആവശ്യത്തിലധികം കിടക്കുന്നതല്ല, വളരെ സ്കെയേഴ്സ് ആയിട്ട് അവൈലബിൾ ആവുന്നതാണ്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ജോലി സ്ഥാപനത്തിൽ ഒരു നമുക്കൊരു എംപ്ലോയിയെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് അത്രയും കാലിബറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കിൽസ് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള എംപ്ലോയിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയും ഇപ്പം നമുക്കൊരു പേപ്പർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, പേപ്പർ ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ മരങ്ങളും, എനിക്ക് ഒരുപാട് മരങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതിനെല്ലാം അങ്ങ് വെട്ടി നശിപ്പിച്ച് അങ്ങ് പേപ്പർ ഉണ്ടാക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചുറ്റുപാടുമുള്ള എൻവയോൺമെൻറ്റിനെ ഹാനികരമാക്കാതെ നമുക്ക് ചുറ്റുപാടുള്ള മരങ്ങൾ നമുക്കറിയാം വളരെ സ്കെയേഴ്സാണ്, ക്ലിയർ. ഇതിനെ നമുക്ക് അധികം കേടുപാടുകളൊന്നും വരുത്താതെ, എൻവയോൺമെൻറ്റിന് കേടുപാടുകളൊന്നും വരുത്താതെ ഒപ്റ്റിമമായിട്ട് വളരെ നല്ല രീതിക്ക് വേസ്റ്റേജ് ഒന്നും വരാതെ നമ്മൾ ആ റിസോഴ്സസിന് ഉപയോഗിക്കണം. കാരണം റിസോഴ്സസ് ആർ വെരി സ്കെയർസ്. നമുക്ക് ആവശ്യത്തിലധികം കിട്ടുന്നതല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള റിസോഴ്സസ്, നമുക്ക് വളരെ സ്കെയേഴ്സ് ആയിട്ട് കിട്ടുന്നതാണ് ഈ റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു പ്രോബ്ലം വരും. ഈ വളരെ കുറഞ്ഞ തോതിൽ കിട്ടുന്ന റിസോഴ്സസ് നമുക്കെങ്ങനെ നല്ല രീതിക്ക് ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് ആവശ്യത്തിലധികം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഉപയോഗിക്കാം. അതേസമയം നമുക്ക് വളരെ സ്കെയർസ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം എങ്ങനെ നമുക്കിതിൽ വേസ്റ്റേജ് വരാതെ ഉപയോഗിക്കാം. കാരണം ഒന്നാമതേ അത് വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഉള്ളതിനെ എങ്ങനെ നമുക്ക് വേസ്റ്റേജ് വരാതെ ഉപയോഗിക്കാം, അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള റോ മെറ്റീരിയൽസിനെ നമുക്ക് എങ്ങനെ വേസ്റ്റേജ് ഇല്ലാതെ ഒപ്റ്റിമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിനെയാണ്, അതിനെപ്പറ്റി പഠിക്കുന്നതിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, ക്ലിയർ. ഇതാണ് എക്കണോമിക്സ്.
അപ്പോൾ ഈ എക്കണോമിക്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ 2 ലെവലിൽ പഠിക്കും. ഒന്ന് മൈക്രോ എക്കണോമി ബേസിസിലും പഠിക്കും, മാക്രോ എക്കണോമി ബേസിസിലും പഠിക്കും. മൈക്രോ എക്കണോമി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ, മൈക്രോ മീൻസ് ഇറ്റ് ഈസ് വെരി മൈന്യൂട്ട്, ഒരു ഇൻഡിവിജ്വലിനാണ് ഒതുങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയണം, ഇപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ അതാ പറയുന്നത്, എക്കണോമിക്സ് നമുക്ക് വളരെയധികം നമുക്ക് നമ്മുടെ റിയൽ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധിപ്പിച്ച് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. മൈക്രോ എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ വളരെ ചുരുങ്ങി ചിന്തിക്കുന്നതാണ് മൈക്രോ എക്കണോമി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലായാൽ തന്നെയും നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന പൈസ, സാലറി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം, റവന്യൂ വളരെ സ്കെയർസാണ്. നമുക്ക് ആവശ്യത്തിലധികം നമുക്ക് കിട്ടുന്നില്ല, വളരെ സ്കെയർസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ഒരു റിസോഴ്സാണ്, ഇത് നമ്മുടെ ഒരു റോ മെറ്റീരിയലാണ് നമ്മുടെ കാശ് എന്ന് പറയുന്നത്. കാരണം ഈ കാശ് വെച്ചിട്ടാണ് നമുക്ക് വേണം എന്നുള്ള ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ നമുക്ക് ഈ റോ മെറ്റീരിയൽ, നമ്മുടെ കാശ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റോ മെറ്റീരിയൽ. അപ്പോൾ ഈ കാശിനെ നമ്മൾ വളരെ സ്കെയർസ് ആയതുകൊണ്ട്, ആവശ്യത്തിലധികം ഇല്ല, വളരെ ലുപ്തിച്ച് മാത്രം ഉള്ളതുകൊണ്ട് നമ്മളിതിനെ എങ്ങനെ വേസ്റ്റേജ് വരുത്താതെ നല്ല രീതിക്ക് ഉപയോഗിക്കാം നമ്മൾ ചിന്തിക്കും. വളരെ സ്കെയർസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ കാശ്, നമ്മളിപ്പോൾ ഒരു കാര്യം വാങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു 10 വട്ടം ചിന്തിക്കുന്നത് വളരെ സ്കെയർസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വൽ അയാൾക്ക് കിട്ടുന്ന പൈസ എങ്ങനെ അയാൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം, എങ്ങനെ അയാൾക്ക് വേസ്റ്റേജ് ഇല്ലാതെ അയാൾക്ക് സേവിങ്സിലിടാം, എങ്ങനെ അതിൽ നിന്ന് എത്ര രൂപ അയാൾക്ക് ചിലവാക്കാം, എത്ര രൂപ അയാൾ സേവിങ്സിലിടണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അയാൾ പഠിക്കുന്നില്ല, അതായത് നമ്മൾ അവനോട് പ്ലാനിങ്ങിനെയാണ് നമ്മൾ മൈക്രോ എക്കണോമി എന്ന് പറയുന്നത്. അത് മാക്രോ എക്കണോമി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മളൊരു ഹോൾ, ഒരു രാജ്യം ബേസ് ചെയ്തെടുക്കും. ക്ലിയർ? രാജ്യം ബേസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് വലുതായിട്ട് എടുക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, രാജ്യത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് നാളെ റിട്ടേൺ കൂടുതൽ കിട്ടുന്ന രീതിക്ക് എങ്ങനെ നമുക്ക് ചിലവാക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്തെന്ന് പറയാം, മാക്രോ എക്കണോമി എന്ന് പറയാം. കാരണം രാജ്യത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് നാളൊരു കാലത്ത് രാജ്യത്തിന് തന്നെ നല്ലത് വരാൻ വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എങ്ങനെ നമുക്ക് ഈ പറയുന്ന റോ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ റിസോഴ്സസിനെ യൂസ് ചെയ്യാം എന്ന് പറയുന്നതാണ് മാക്രോ എക്കണോമി ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമി ലെവലാണ്. മൈക്രോ എക്കണോമി ലെവൽ എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്, like it focuses on supply and demand, price mechanism and allocation of resources within specific market. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് സ്പെസിഫിക് മാർക്കറ്റ്. ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞാൽ മൈക്രോ എക്കണോമി എന്നാണ് പറയുന്നത്. മൈക്രോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഇറ്റ് ഇസ് നോട്ട് എ വെരി മച്ച് വാസ്റ്റ് തിങ് അല്ല, ഒരു ബ്രോഡായിട്ടുള്ള ഒരു ടോപ്പിക് അല്ല മൈക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയുന്നത് വളരെ നാരോ ടോപ്പിക്കാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നാരോ ആണ്. സ്പെസിഫിക് എന്നാണ് പറയുന്നത്, ജനറൽ എന്നല്ല പറയുന്നത്, സ്പെസിഫിക് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് വി സീ അറ്റ് ദ ടൈം ഓഫ് എക്സാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൈക്രോ ഇറ്റ് ഈസ് എ സ്പെസിഫിക് തിങ്. അപ്പോൾ രണ്ടും നമുക്കൊരു കണക്ഷൻ ഉണ്ട്, രണ്ടും നാരോ ബേസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ? ദിസ് ഈസ് ഹൗ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത്, എക്സാമിന് ഇരിക്കുന്ന സമയത്തായാലും നമുക്ക് ആ ഒരു സ്പെസിഫിക് വേർഡ് മൈക്രോ എക്കണോമിക്സ് രണ്ടും നമുക്ക് കുറച്ചുകൂടെ നാരോ ആണ്, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ ഇവിടെ നോക്കിയേ, മൈക്രോ എക്കണോമിക്സ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക് ദാറ്റ് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഏജൻറ്റിനെ പറ്റി. ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ്. ക്ലിയർ? ഒരു എക്കണോമിയിൽ വളരെ നാരോ ആയിട്ട് വരുന്ന ഹൗസ് ഹോൾഡിനെ പറ്റി, അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ വരുന്ന ഒരൊറ്റ ഫേമിനെ പറ്റി, ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഹൗ ദേ മേക്ക് ഡിസിഷൻ ടു അലോക്കേറ്റ് ലിമിറ്റഡ് റിസോഴ്സസ്. എങ്ങനെ ഈ സ്കെയേഴ്സ് ആയിട്ട് വരുന്ന റിസോഴ്സസ് എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നതിനാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേം ചുമ്മാ തോന്നുമ്പടി എല്ലാം അങ്ങ് പ്രൊഡക്ഷൻ നടത്തത്തില്ല. ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആളുകൾക്ക് എത്ര വേണം എന്ന് നോക്കിയിട്ടായിരിക്കും അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യണം, ഇപ്പോൾ അവർ പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് രണ്ടും ആ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രോഡക്റ്റ് എന് വളരെയധികം ഡിമാൻഡ് കൂടുതലാണ്, അതേസമയം പ്രോഡക്റ്റ് ബിന് അത്ര ഡിമാൻഡ് ഇല്ല മാർക്കറ്റിൽ. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എ എന്ന് പറയുന്ന സാധനം അവർ ഒരുപാട് ഉൽപ്പാദിപ്പിക്കും.
മനസ്സിലായോ? അതായത് ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഫേം, ആ ഫേമിൽ എ ബി എന്ന് പറഞ്ഞ് രണ്ട് സാധനങ്ങൾ ഉപയോഗിക്കും. എയുടെ ആവശ്യമൊക്കെ ഒരുപാടാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ആവശ്യപ്പെടുന്ന ആൾക്കാർ, ഓക്കെ, എയുടെ ഡിമാൻഡ് കൂടുതലാണ്, ആവശ്യമുള്ള ആൾക്കാർ ഒരുപാടും. ബി അങ്ങനെയൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഡിമാൻഡ് ചെയ്യുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫേം അപ്പോൾ എ ഒരുപാട് ഉൽപ്പാദിപ്പിക്കും. എന്തുകൊണ്ട് അവർ എ ഒരുപാട് ഉൽപ്പാദിപ്പിക്കും? കാരണം അത് ഒരുപാട് വിറ്റുപോകും, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട്. അതേസമയം ബി അവർ വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടുന്ന റോ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ആ റോ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ അവർ എ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ബി ഉൽപ്പാദിപ്പിക്കാൻ വളരെ ലെസ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഈ റോ മെറ്റീരിയൽ ഉപയോഗിക്കത്തുള്ളൂ. ക്ലിയർ? അതായത് ഈ എയുടെയും ബിയുടെയും ഡിമാൻഡ് അനുസരിച്ചാണ് അവർ സപ്ലൈ ചെയ്യുന്നത്. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ വിൽക്കുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എയുടെയും ബിയുടെയും ഡിമാൻഡ് അനുസരിച്ചാണ്. ആണല്ലോ, നമ്മളൊന്ന് ലോജിക്ക് ഇട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണോ വേണ്ടയോ, ഇത്ര ഉൽപ്പാദിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വാങ്ങുന്നതിനനുസരിച്ചാണ്, ഡിമാൻഡ് അനുസരിച്ചാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ ഉണ്ടാവുന്ന പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇത് നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്ററിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും, എങ്ങനെയാണ് പ്രൈസ് ബേസ് ചെയ്ത് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, പ്രൈസ് ബേസ് ചെയ്തും ദെൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, എങ്ങനെ നമുക്ക് ഈ റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റും, ഇതിൻ്റെയൊക്കെ ബേസിലാണ് വിത്തിൻ എ സ്പെസിഫിക് മാർക്കറ്റ്, അതിനെ ബേസ് ചെയ്താണ് വരുന്നത്. ദെൻ മൈക്രോ എക്കണോമി എക്സാമിൻ ഹൗ ദീസ് ഡിസിഷൻ ഇമ്പാക്ട് ദ യൂട്ടിലൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എയിമിംഗ് ടു അച്ചീവ് ഒപ്റ്റിമൽ എഫിഷ്യൻസി ആൻഡ് ഇക്വിറ്റി ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ നമുക്ക് ഒപ്റ്റിമൽ എഫിഷ്യൻസി, ദാറ്റ് മീൻസ് മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മാർക്കറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയും എങ്ങനെ നമുക്ക് ഈ പറയുന്ന റിസോഴ്സസ് ഉപയോഗിക്കാം, അത്ര ഇവിടെ വരുന്നുള്ളൂ. സെയിം തിങ് റിപ്പീറ്റാണ്. ദെൻ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, പ്രോബ്ലം ഓഫ് ചോയ്സ്, തിയറി ഓഫ് അൺലിമിറ്റഡ് വാണ്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ റിസോഴ്സ്. മേജർലി നമുക്ക് റിസോഴ്സസ്, ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, മേജർലി റിസോഴ്സസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആർ ലിമിറ്റഡ് ഇൻ സപ്ലൈ ആൻഡ് cannot fulfill all human needs. ആൻഡ് വൺ മോർ ഇസ് their ഓർഗനൈസേഷൻ. ഒന്നിൽ ഓർഗനൈസേഷൻ എന്ന് പറയും, ഇല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയും. ഇതെല്ലാമാണ് നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത്. ലാൻഡ് എന്ന് തന്നെ നമുക്കറിയാം, എന്ത് സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ലാൻഡ് വേണം, സ്ഥലം വേണം. ലേബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആളുകൾ വേണം, എംപ്ലോയീസ് വേണം. എംപ്ലോയർ ആൻഡ് എംപ്ലോയി ബോത്ത് ആർ ലേബേഴ്സ്. ഓക്കെ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ഫേം, ഇപ്പോൾ ഞാനൊരു ഇൻഡസ്ട്രിയാണ് ഇട്ടിരിക്കുന്നത്, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ എനിക്ക് മെഷീൻസ് വേണം, അവിടെ എനിക്ക് ലൈറ്റ് വേണം, അവിടെ എനിക്ക് ഇനിഷ്യലായിട്ട് എനിക്ക് കുറച്ച് കാശ് ഞാൻ കൊണ്ടിടണം. ഇതൊക്കെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഓർഗനൈസേഷൻ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇപ്പം എനിക്കൊരു ലാൻഡുണ്ട്, കുറേ മനുഷ്യന്മാരും അവിടെ ഉണ്ട്, കുറേ മെഷീൻസും അവിടെ ഉണ്ട്. ഇത്രയുണ്ടെങ്കിൽ അവിടെ ഉൽപ്പാദനം ഉണ്ടാകത്തില്ല. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ അത് കൊണ്ടെത്തിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഉൽപ്പാദനം ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ? സോ നമുക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ വളരെ ബേസിക്കായിട്ട് ഓർക്കേണ്ട സാധനമാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത്രയാണ് റിസോഴ്സസ്. ഇത് നമുക്ക് വളരെ സ്കെയർസാണ്. അതുകൊണ്ടാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ വരുന്നത്. ഇപ്പോൾ സ്കേഴ്സിറ്റി ഇല്ലാതെ നമുക്ക് ആവശ്യത്തിലതേ ഉപയോഗിക്കാം. സ്കേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ സ്കേഴ്സായിട്ട് റിസോഴ്സ് നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന്. അപ്പോൾ എക്കണോമിക്സിൽ എപ്പോഴും റിസോഴ്സസ് ആർ സ്കെയർസ്, ഓൾവേസ് റിസോഴ്സ് ആർ സ്കെയർ. അതിന് മൈക്രോ ലെവലിലായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ വീട്ടിലായിക്കോട്ടെ റിസോഴ്സസ് സ്കെയർസ് ആണ്. മാക്രോ ലെവലായിക്കോട്ടെ, രാജ്യത്തായിക്കോട്ടെ റിസോഴ്സസ് സ്കെയർ ആണ്. എവിടെയായാലും റിസോഴ്സസ് സ്കെയർ ആണ്. അതിൽ നിന്ന് വരുന്നത് പ്രോബ്ലം ഓഫ് ചോയ്സ്. പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു 100 രൂപ ഉണ്ട്. ഈ 100 രൂപയ്ക്ക് നമുക്ക് എ എന്ന് പറയുന്ന സാധനമുണ്ട്, ബി എന്ന് പറയുന്ന സാധനമുണ്ട്, സി എന്ന് പറയുന്ന സാധനമുണ്ട്. എനിക്കിത് 3 വാങ്ങണം, എ, ബി, സി. ക്ലിയർ? എൻ്റെ കയ്യിൽ ആ കൂടെ 100 രൂപയേ ഉള്ളൂ. എക്ക് 100 രൂപയാണ്, ബി വാങ്ങണമെങ്കിൽ 100 രൂപയാണ്, സി വാങ്ങണമെങ്കിൽ 100 രൂപയാണ്. എൻ്റെ കയ്യിൽ ആ കൂടെ 100 രൂപയേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ എൻ്റെ റിസോഴ്സ് വളരെ സ്കെയർ. 300 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല, എയും ബിയും സിയും ഒരുമിച്ച് വാങ്ങാം. പക്ഷേ എനിക്ക് അത് 100 രൂപയേ ഉള്ളൂ, കാരണം എൻ്റെ റിസോഴ്സസ് സ്കെയർസ് ആണ്. അപ്പോൾ അവിടെ എനിക്കൊരു പ്രോബ്ലം വരും. എന്തിൻ്റെ പ്രോബ്ലമാണ് വരുന്നത്? വാട്ട് ടു ചൂസ് എന്നുള്ള പ്രോബ്ലം. വെദർ ടു ചൂസ് എ ആണോ, വെദർ ടു ചൂസ് ബി ആണോ, വെദർ ടു ചൂസ് സി ആണോ, അവിടെ ഒരു പ്രോബ്ലം വരും. സോ ഈ ഒരു പ്രോബ്ലം ഓഫ് ചോയ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? റിസോഴ്സസ് സ്കെയർസ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 400 രൂപ അല്ലെങ്കിൽ ഒരു മിനിമം 300 രൂപ ഇരിക്കട്ടെ, എനിക്ക് ഈ പ്രശ്നം വരുന്നില്ല, 3 കൂടെ ഞാൻ വാങ്ങും. എൻ്റെ റിസോഴ്സസ് വളരെ സ്കെയർസ് ആയിട്ടുകൊണ്ടാണ് എയിൽ, ബിയിൽ, സിയിൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് ചിന്തിക്കും, എന്താണ് ഞാൻ ഏറ്റവും വാങ്ങേണ്ടത്, എ ആണോ, ബി ആണോ, സി ആണോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്നുള്ള ഈ ഒരു പ്രോബ്ലം ഓഫ് ചോയ്സ് നമുക്ക് എല്ലാ എക്കണോമിക്സിലും കാണാൻ പറ്റും, എല്ലാ ഒരു എക്കണോമിയിലും കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം? അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും, മേ ബി
പ്രോബ്ലം ഓഫ് ചോയ്സ് നിങ്ങൾക്കിപ്പോൾ അറിയാം. അതായത് നമുക്ക് എന്തെടുക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്? കാരണം നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ? റിസോഴ്സസ് ഉണ്ടെങ്കിൽ ഈ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പം എപ്പോഴും ആലോചിക്കാൻ 100 രൂപയുണ്ട്, എയും ബിയും സിയും ഉണ്ട്, അത് മൂന്നിന് 100 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. ആ പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഏതൊരു എക്കണോമി എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേ വരുന്ന തിയറി ഓഫ് അൺലിമിറ്റഡ് വാണ്ട്. ഇനി റിസോഴ്സസ് ആ കൂടെ കുറച്ചേ ഉള്ളൂ, എന്നാൽ നമ്മുടെ വാണ്ട് ആണെങ്കിൽ വളരെയധികം വാണ്ട്സ് വന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യം എടുത്ത് തന്നെയും നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ, എന്നാൽ നമുക്ക് കാറ് വാങ്ങണം, AC വാങ്ങണം, ഫ്രിഡ്ജ് വാങ്ങണം, പ്ലെയിൻ വാങ്ങണം, അങ്ങനെയൊക്കെയാണ് നമുക്ക്. അതിനർത്ഥം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിസോഴ്സ് വളരെ കുറവാണ്, പക്ഷേ വാണ്ട് എന്ന് പറയുന്ന അൺലിമിറ്റഡ് വാണ്ടാണ്. ഇതും നമുക്കൊരു പ്രോബ്ലം ഇൻ ആൻ എക്കണോമിയാണ്. അതിനി മൈക്രോ ലെവലിലായാലും നമുക്കറിയാം, നമ്മുടെ വീടുകളിലായാലും ഈ പ്രശ്നമുണ്ട്, മാക്രോ ലെവലിലായാലും ഈ പ്രശ്നമുണ്ട്, നമ്മുടെ രാജ്യത്തായാലും ഈ പ്രശ്നമുണ്ട്. അടുത്ത ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് സീരീസ് എടുത്ത് നോക്കിയാൽ അതിലും കാണാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ PYQs എടുത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട വാക്കതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ഫോർഗോൺ വെൻ എ ചോയ്സ് ഈസ് മെയ്ഡ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ചോയ്സ് മെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർഗോൺ ചെയ്ത ഓൾട്ടർനേറ്റീവ് എന്താണോ ആ ഫോർഗോൺ ചെയ്തതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ, എയും ബിയും സാധനം വാങ്ങണം, എയ്ക്കും 100 രൂപയാണ്, ബിക്കും 100 രൂപയാണ്. പോട്ടെ, എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ, ഓറഞ്ചും വാങ്ങണം, ആപ്പിളും വാങ്ങണം. ഓക്കെ, ഓറഞ്ചും വാങ്ങണം, ആപ്പിളും വാങ്ങണം. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് ഏതെങ്കിലും ഒന്നേ വാങ്ങാൻ പറ്റുള്ളൂ. ഓറഞ്ചിനും 100 രൂപയാണ്, ആപ്പിളിനും 100 രൂപയാണ്. എനിക്ക് ഏതെങ്കിലും ഒന്നേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് വിചാരിക്കും? ഓറഞ്ച് വേണോ ആപ്പിൾ വേണോ? സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടമുള്ള ഓറഞ്ച് എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ അവിടെ ഞാൻ എന്ത് ഫോർഗോൺ ചെയ്യാണ്? ആപ്പിളിൽ നിന്നും കിട്ടുന്ന നേട്ടത്തിനെ ഞാൻ മറന്നുകൊണ്ടാണ് ഓറഞ്ചിലോട്ട് ഞാൻ പോകുന്നത്. ആപ്പിളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ആപ്പിൾ ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 വട്ടം ഈ ഒരു സെൻറ്റൻസ് അങ്ങ് വായിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. അതിനർത്ഥം ഫോർഗോൺ, മറന്നുപോയ അടുത്തൊരു ഓൾട്ടർനേറ്റീവ്. അതായത് നിങ്ങൾ ആപ്പിളും ഓറഞ്ചിൽ ആപ്പിളിനെ മറന്നു, ഓറഞ്ച് വാങ്ങിച്ചു, ആപ്പിളാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? ലോസ്റ്റ് ഇറ്റ് റെപ്രസെൻറ്റ് ദ ബെനിഫിറ്റ് ലോസ് ബൈ ചൂസിങ് വൺ ഓപ്ഷൻ ഓവർ ദ അനദർ. അതായത് നമ്മുടെ ബെനിഫിറ്റ് എന്താണോ, ബെനിഫിറ്റ് ലോസ്റ്റ്, നമ്മൾ മറന്നുപോയ ബെനിഫിറ്റ്, ആപ്പിൾ എന്നുള്ള ബെനിഫിറ്റ് നമ്മൾ വേണ്ടാന്ന് വെച്ചു ബൈ ചൂസിങ് ഓപ്ഷൻ ഓഫ് അനദർ, ഓറഞ്ചിനെ ചൂസ് ചെയ്തുകൊണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ഫാക്ടറി നോക്കിയേ, ഒരു ഫാക്ടറിയിൽ കാർ ഉൽപ്പാദിപ്പിക്കാം, ബൈസൈക്കിൾ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ അവർ പറഞ്ഞു എന്തിന് ബൈസൈക്കിൾ ഉൽപ്പാദിപ്പിക്കണം, കാറിന് അങ്ങ് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഇവർക്കിവിടെ ബൈസൈക്കിൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നില്ല, പകരം ഇവർ കാറിന് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ബൈസൈക്കിൾ വിറ്റ് കിട്ടുന്ന പൈസ ഇവർക്ക് കിട്ടത്തില്ല, ഇവരതിനെ കളഞ്ഞു, വേണ്ട എന്ന് വെച്ചു. ബൈസൈക്കിളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭമാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പൈസയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നോക്കണേ. ഇഫ് എ കമോഡിറ്റി ഈസ് പ്രൊവൈഡഡ് ഫ്രീ ടു ദ പബ്ലിക് ബൈ ദ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സാധനം പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് വെച്ചോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ദെൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ കൺസ്യൂമർ ഓഫ് ദ പ്രോഡക്റ്റ് ടു ദ ടാക്സ് പേയിങ് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എ പ്ലേസ്. ഓക്കെ, ഈ ഒരു പ്ലേസിൽ പൊതുവേ നമുക്ക് 100 രൂപ ടിക്കറ്റ് അടച്ചാണ് കയറേണ്ടത്. 100 രൂപ ടിക്കറ്റ് അടച്ച് കയറണം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇനി ആരും 100 രൂപ അടയ്ക്കേണ്ട, ഫ്രീ ആയിട്ട് ഇവിടെ എല്ലാവരും കയറിക്കോളൂ എന്ന് പറയണം. അപ്പോൾ ഈ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ആൾക്കാരെ കയറിക്കോ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുമല്ലേ? ക്ലിയർ? സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഈ 100 രൂപ ഫ്രീ എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടുമ്പം
ഈ 100 രൂപ കോസ്റ്റ് അതുവരെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഈ 100 രൂപ വരുമാനം എന്ന് പറയുന്നത്, ഈ വരുമാനം ഇപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ വരുമാനം ഗവൺമെൻറ് സാധാരണ ആൾക്കാരുടെ ടാക്സിൽ, സാധാരണ അല്ല ആയിക്കോട്ടെ, ടാക്സ് പേയിങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ 100 രൂപ എടുത്തങ്ങിടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ 100 രൂപ ആൾക്കാർ അടയ്ക്കുന്നുണ്ട്. ആരടയ്ക്കുന്നുണ്ട്? ടാക്സ് പേയേഴ്സ് ടാക്സ് എന്നുള്ള രീതിക്ക് ഗവൺമെൻറ്റിന് ഏതെങ്കിലും മാർഗത്തിൽ GST ആയിട്ടോ എന്തെങ്കിലും ഒരു ടാക്സ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ടാക്സ് മുൻനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് നമുക്ക് സാധനങ്ങൾ ഫ്രീ ആയിട്ട്, നമുക്ക് അവിടെ എൻട്രി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ കൺസ്യൂമർ ഓഫ് ദ പ്രോഡക്റ്റ്. അതുവരെ എ എന്ന് പറയുന്ന വ്യക്തി കയറണമെങ്കിൽ അയാൾ 100 രൂപ അടച്ചിട്ട് കയറണം. ഇപ്പോൾ അയാളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നേരെ എന്തിലോട്ട് പോയിരിക്കുകയാണ്? അയാൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് കയറാം. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒന്നും ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് ഗവൺമെൻറ് വഹിക്കുന്നത് എവിടെ നിന്നല്ല, ഒരിക്കലും സ്വന്തം വീട്ടിൽ നിന്ന് പറഞ്ഞല്ല. എവിടെ നിന്നാണ് വഹിക്കുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആ എക്സ്പെൻസ് വഹിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ എവിടെ നിന്നാണ് ഈ വരുന്ന പൈസ കിടക്കുന്നത്? നമ്മുടെ ടാക്സിൽ നിന്നുള്ള പൈസയാണ് എടുക്കുന്നത്. അപ്പോൾ ടാക്സ് പേയിങ് കൺസ്യൂമേഴ്സിലാണ് എത്തുന്നത്. ക്ലിയർ ആയോ? എനിക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലമുണ്ട്, ഗവൺമെൻറ് അതിന് മുന്നേ വരെ 100 രൂപ അടയ്ക്കണം. എ എന്ന് പറയുന്ന വ്യക്തി കയറണമെങ്കിൽ 100 രൂപ അടയ്ക്കുക, ഈ സ്ഥലത്ത് കയറാം. ഇപ്പോൾ ഗവൺമെൻറ് പറയാണ് ഇനി മുതൽ നിങ്ങൾ 100 രൂപ അടയ്ക്കണ്ട, പകരം എന്താണ്? ഫ്രീ ആയിട്ട് കയറാം. അപ്പോൾ ഫ്രീ ആയിട്ട് കയറുമ്പോൾ ഇവിടെ ഒരു നഷ്ടം ഉണ്ടാവുന്നില്ലേ? അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നില്ലേ? യഥാർത്ഥത്തിൽ ആ നഷ്ടം ആർക്കാണ് ഉണ്ടാവുന്നത്? ഗവൺമെൻറ്റിനാണോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ക്ലിയർ? അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഉണ്ടായത് ഗവൺമെൻറ്റാണോ? ഒരിക്കലുമല്ല. അവിടെ ഫോർഗോൺ ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ അവിടെ ആ ഒരു നഷ്ടം ആർക്കാണ് ഉണ്ടായത്? ഇപ്പം നമ്മൾ ആപ്പിളും ഓറഞ്ചും വാങ്ങിച്ചതിൽ നമ്മൾ ഓറഞ്ച് സെലക്ട് ചെയ്തപ്പം ആപ്പിളിൻ്റെ നഷ്ടം നമുക്കവിടെ ഉണ്ടായില്ലേ? അതുപോലെ ഇവിടെ ഈ 100 രൂപ ആൾക്കാർ അടയ്ക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് കയറാം. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കുക, ഒരിക്കലും ഗവൺമെൻറ് സ്വന്തം കയ്യിൽ നിന്ന് ചിലവ് വരുത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്ത് ഒരിക്കലും അവർ ചിലവ് നടത്തത്തില്ല. പകരം അവരെന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആരിലോട്ട് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്? ഈ 100 രൂപ എന്ന് പറയുന്നത് അവരിപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ ഈ 100 രൂപയ്ക്കുള്ള എക്സ്പെൻസ് അവർ എവിടെ നിന്നാണ് എടുക്കുന്നത്? ആക്ച്വലി ഈ ഒരു സ്ഥലത്തിന് എന്തിനു വേണ്ടിയാണ് 100 രൂപ ആൾക്കാരുടെ നിന്ന് വാങ്ങുന്നത്? ഈ സ്ഥലത്തിന് ഒരുപാട് എക്സ്പെൻസുകൾ കാണും. മേ ബി അതൊരു പാർക്കായിരിക്കാം. പാർക്കിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയായിരിക്കും ഈ 100 രൂപ അവർ വാങ്ങുന്നത്. ഓരോ ആൾക്കാരുടെയും 100 രൂപ വാങ്ങുന്ന പാർക്കിൻ്റെ മെയിൻ്റനൻസ് വേണ്ടിയായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ആൾക്കാരുടെയും 100 രൂപ വാങ്ങുന്നില്ല. അതിനർത്ഥം എന്താണ്? അപ്പോഴും അവിടെ മെയിൻ്റനൻസ് വരാതിരിക്കുമോ? പാർക്ക് വിചാരിക്കും ഓക്കെ ഫൈൻ, ആൾക്കാരുടെയും 100 രൂപ വാങ്ങുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ മെയിൻ്റനൻസ് ഒന്നും വരാതെ ഞാൻ തന്നെ കറക്റ്റായിട്ടുള്ള രീതിക്ക് പൂക്കളൊക്കെ വളർത്തി കറക്റ്റ് സമയത്ത് അതിനെയൊക്കെ ചെത്തിക്കളഞ്ഞ് ഒക്കെ ഇരിക്കാം. ഇല്ല, ഒരിക്കലും ഇല്ല. മെയിൻ്റനൻസ് കോസ്റ്റ് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിന് മറികടക്കണമെങ്കിൽ ഈ 100 രൂപ ഇന്ന് വാങ്ങുന്നില്ല ആൾക്കാരുടെ നിന്ന്. അപ്പോൾ ആ കോസ്റ്റ് എവിടെ നിന്നാണ് ഗവൺമെൻറ് പേ ചെയ്യുന്നത്? ആ കോസ്റ്റ് പേ ചെയ്യുന്നത് ഗവൺമെൻറ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ആരുടെ പൈസയാണ് വരുന്നത്? ടാക്സ് പേയേഴ്സിൻ്റെ പൈസയാണ് അതിൻ്റെ അകത്ത് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആരുടെയാണ്? ടാക്സ് പേയേഴ്സിൻ്റെയാണ്. ദിസ് ഈസ് ഹൗ വി ഷുഡ് അപ്രോച്ച് ഈസ് ടോപ്പിക്. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വി ഷുഡ് ഏബിൾ ടു അപ്ലൈ ഇറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ, ആ ലൈൻ മാത്രം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഇത് ഒരിക്കലുമില്ല. കോൺസെപ്റ്റ് ഓഫ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു എക്കണോമിക്സിൽ നമുക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് മാർക്കറ്റ് ഇക്കണോമി, കമാൻഡ് ഇക്കണോമി, മിക്സഡ് ഇക്കണോമി. 3 എക്കണോമി നമുക്ക് തിരിക്കാം. മാർക്കറ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മെമ്പേഴ്സാണ് ഒരു എക്കണോമി. ഓക്കെ, ഇതൊരു എക്കണോമിയാണ്, ഇതൊരു സൊസൈറ്റിയാണ്. ഈ ഒരു സൊസൈറ്റിയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് മേജർ റോള്. പ്രൈവറ്റാണ് അവിടെ മേജർ റോള് ഇതാക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നെ എന്തിലോട്ട് പോവും? പ്രോഫിറ്റ്. ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി എന്താണ്? പ്രോഫിറ്റാണ് അവരുടെ മെയിൻ ലക്ഷ്യം. ആരെങ്കിലും നഷ്ടത്തിന് എന്തെങ്കിലും സാധനം വയ്ക്കോ? ഇല്ല. ഏതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റാണ് മെയിൻ ലക്ഷ്യം. ക്ലിയർ? ഇപ്പം നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും, കാർ ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും, ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും എല്ലാവരും പ്രോഫിറ്റിന് വേണ്ടി കിടന്ന് അവർ ഓടുന്നത്. അപ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് വിൽക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ എയിം എന്ത് തന്നെ ആയിരിക്കും? പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അതുപോലെ ഇവരെങ്ങനെയാണ് സാധനങ്ങൾ ഇതാക്കുന്നത്, ഇവരെങ്ങനെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ബേസിസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ഡിമാൻഡ് ഉണ്ടോ അതനുസരിച്ച് അവർ സപ്ലൈ ചെയ്യും. ഇതാണ് മാർക്കറ്റ് എക്കണോമിയുടെ മെയിൻ
മെയിൻ ഒരു മാർക്കറ്റ് എക്കണോമിയുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ മെയിൻ എയിം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പ്ലേ ചെയ്യുന്നത്, അവരുടെ മെയിൻ എയിം പ്രോഫിറ്റാണ്. സപ്ലൈ ഡിമാൻഡ്, അതായത് എത്ര ഡിമാൻഡാണോ അതനുസരിച്ച് സപ്ലൈ, അങ്ങനെയാണ് അവിടുത്തെ മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കമാൻഡ് എക്കണോമി എന്താ? ഇവിടെ നമുക്ക് വേണം എന്നുള്ള കമ്പാരിസൺ സ്റ്റഡിയാണ്. കമാൻഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി പ്രൈവറ്റ് ആണെങ്കിൽ കമാൻഡ് എക്കണോമിയിൽ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, ഗവൺമെൻറ് മെയിൻ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രമാണോ? അല്ല, പ്രോഫിറ്റും ഉണ്ട്, പ്ലസ് വെൽഫെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ക്ലിയർ? അതുകൊണ്ടാണ് ഗവൺമെൻറ് റേഷൻ കൊടുക്കുന്നത്, ആളുകളുടെ വെൽഫെയറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പ്രോഫിറ്റും ഉണ്ട്, നിലനിന്ന് പോകണമെങ്കിൽ പ്രോഫിറ്റ് വേണം, പ്ലസ് വെൽഫെയറും ഉണ്ട് ഗവൺമെൻറ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ദിസ് ഇസ് എയിം ടു റെഡ്യൂസ് ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് സെക്ടർ ഇതാക്കുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് APL BPL എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 സംഭവങ്ങളുണ്ട് ഉണ്ടല്ലോ. അത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇനിക്വാളിറ്റി കാണിക്കുന്നതാണ്. കുറേ ആൾക്കാർ പോവർട്ടി ലൈനിന് മുകളിലുള്ളവരുണ്ട്, കുറേ ആൾക്കാർ പോവർട്ടി ലൈനിന് താഴെയുള്ളവരാണ്. ക്ലിയർ? എബവ് പോവർട്ടി ലൈനും ബിലോ പോവർട്ടി ലൈനും ഉണ്ട്. വിച്ച് മീൻസ് ദർ ഇസ് എൻ ഇനിക്വാളിറ്റി ഇൻ ദ എക്കണോമി. മനസ്സിലാവുന്നുണ്ടോ? ആ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് അവർ പട്ടിണി വന്ന് മരിച്ചു കൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൻരേഗ സ്കീംസ്, മൻരേഗ സ്കീംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും അവിടെ ആർക്കാ പ്രൊവൈഡ് ചെയ്യുന്നത്? അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് 100 days ഗ്യാരണ്ടീഡ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. സ്കില്ലൊന്നും ഇല്ലാത്ത ലേബറേഴ്സിന് അവർക്ക് 100 ദിവസം, ഒരു വർഷത്തെ 100 ദിവസം സാലറിയോടുകൂടി വേജസോടുകൂടി അവർക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്ന മൻരേഗ സ്കീം. എന്തിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? കാരണം ഇനിക്വാളിറ്റി, അതായത് ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടർ ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ സാധനങ്ങൾ കൊടുക്കുന്നു, റേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു എന്നെപ്പോഴും കേട്ടിട്ടുണ്ടോ? അവർ സാധനങ്ങൾ വില കുറച്ച് കൊടുക്കും. എന്തിനു വേണ്ടി? പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരിക്കലും അവർ എന്തിനു വേണ്ടിയല്ല? ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല. അപ്പോൾ ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരാണ്? കമാൻഡ് എക്കണോമിയാണ്. ക്ലിയർ? അടുത്ത് വരുന്നത് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമിന് 2 ഉണ്ട് നമ്മുടെ രാജ്യത്തിൽ, ഇന്ത്യ പോലെ. ഓക്കെ, ഇന്ത്യയിലുള്ള പോലെ ഇന്ത്യയിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കാണാൻ പറ്റൂലേ? പറ്റും. പബ്ലിക് സെക്ടറിനെ കാണാൻ പറ്റും, മീൻസ് ഗവൺമെൻറ് സെക്ടറിനെ കാണാൻ പറ്റൂലേ? പറ്റും. അവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവത്തോടു കൂടി പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ലേ? വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. വെൽഫെയർ എന്ന് പറയുന്ന എയിമോടുകൂടി വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ്റ്സിനെ കാണാൻ പറ്റൂലേ? പറ്റും. വിച്ച് മീൻസ് ദാറ്റ് ഇതാണ് മിക്സഡ് എക്കണോമി. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് എക്കണോമി, കമാൻഡ് എക്കണോമി എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക. മിക്സഡ് എക്കണോമി രണ്ടും ജോയിൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? സോ ഇതാണ് മൈക്രോ എക്കണോമിയിൽ ബേസിക്കായിട്ട് വരുന്നത്. ആൻഡ് താങ്ക് യു.